ഹരി ഓം. ഇന്ന് നമുക്ക് വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനത്തിൻ്റെ അർത്ഥത്തെ ഒന്ന് ചിന്തിക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിലാണ് ആദ്യമായിട്ട് ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇതിൽ 6 സ്റ്റാൻസകളുണ്ട്. സംസ്കൃത ഭാഷയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. എന്നാൽ ബംഗാളി പദങ്ങളും ഇതിൽ കാണാം. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊക്കെ വീര്യം പകർന്നിട്ടുള്ള ഒരു ഉജ്ജ്വലമായ കാവ്യമാണ് വന്ദേ മാതരം. അപ്പം നമുക്കിതിലെ ഓരോ സ്റ്റാൻസയും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ഒന്ന് ചിന്തിക്കാം. സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം. ഇതാണ് ആദ്യത്തെ സ്റ്റാൻസ. ഇവിടെ വന്ദേ മാതരം എന്ന പദം ഓരോ സ്റ്റാൻസയിലും ആവർത്തിക്കുന്നു. അതുകൊണ്ട് കൃതിയുടെ പേര് തന്നെ വന്ദേ മാതരം എന്നാണ്. മാതരം എന്നാൽ മാതാവ്, മാതാവിന് വന്ദനം അർപ്പിക്കുന്നു എന്നാണ് ഈ പദത്തിനർത്ഥം. ഇവിടെ അമ്മ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഭാരതത്തെയാണ്. ഭാരതത്തിൻ്റെ മണ്ണിലാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. ഇവിടെയാണ് നമ്മൾ വസിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ നൽകുന്നത് ഈ മണ്ണാണ്, അഭയം നൽകുന്നതും ഈ മണ്ണാണ്. അതുകൊണ്ട് ഇത് നമുക്ക് അമ്മയാണ്, ഇത് നമ്മുടെ മാതൃഭൂമിയാണ്. ആ ഭാരതാംബയ്ക്ക് വന്ദനം അർപ്പിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ആ ഭാരതാംബയുടെ വിശേഷണങ്ങളാണ് മറ്റു പദങ്ങളെല്ലാം. സുജലാം, വളരെയധികം ജലസമൃദ്ധമാണ് ഈ ഭൂമി. അപ്പോൾ ജലം വളരെയധികം ഉള്ളത് കൊണ്ട് കൃഷി നന്നായി ചെയ്യാൻ പറ്റും. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടിയെടുക്കാൻ പറ്റും. അതാണ് സുഫലാം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള അന്നം നമുക്ക് കൃഷിയിൽ നിന്നും നേടിയെടുക്കാൻ പറ്റും. വൃക്ഷലതാദികളിൽ നിന്നും നമുക്ക് പല പ്രകാരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങളും ലഭിക്കുന്നു. വിശപ്പ് ഇവിടെ ഒരു പ്രശ്നമല്ല. സുജലാം സുഫലാം മലയജ ശീതലാം. മലയ പർവ്വതത്തിൽ ജനിച്ചിട്ടുള്ളതാണ് മലയജം, അതായത് ചന്ദനം. ചന്ദന മരങ്ങൾ മലയ പർവ്വതത്തിൽ കാണാം. വെസ്റ്റേൺ ഘാട്സിന്റെ ഭാഗമായിട്ട് വരുന്ന പർവ്വതമാണത്. അപ്പം അവിടെ നമുക്ക് ചന്ദന മരങ്ങൾ കാണാം. ആ ചന്ദന മരങ്ങൾക്ക് പൊതുവെ സുഗന്ധവും തണുപ്പുമുണ്ട്. ആ സുഗന്ധത്തെയും തണുപ്പിനെയും സ്വീകരിച്ചുകൊണ്ട് കാറ്റ് വീശുമ്പോൾ ഭാരതത്തെ മുഴുവൻ അത് തണുപ്പിക്കുന്നു, സുഗന്ധിതമാക്കുന്നു. അതാണ് മലയജ ശീതലാം എന്ന് വിളിച്ചിരിക്കുന്നത്. ശസ്യശ്യാമളാം. ശസ്യം എന്നാൽ സസ്യം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ സസ്യങ്ങൾ നിബിഡമായിട്ട് വളരുന്ന പ്രദേശമാണ്, കാരണം നല്ല ജലമുണ്ട്. അപ്പൊ അങ്ങനെ വളരുന്നത് കൊണ്ട് അതിൻ്റെ ശ്യാമള നിറം ഭാരതത്തിന് ലഭിച്ചിരിക്കുന്നു. ശ്യാമളം എന്നിവിടെ പറയുമ്പോൾ കടും പച്ച. അപ്പൊ നല്ല കടും പച്ച നിറത്തോടു കൂടിയവളാണ് ഭാരതം. മാതരം, അമ്മയാണ്. വന്ദേ മാതരം, ആ അമ്മയ്ക്ക് വന്ദനം അർപ്പിക്കുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റാൻസ. സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം. അടുത്തത് രണ്ടാമത്തെ സ്റ്റാൻസയാണ്. ശുഭ്രജ്യോത്സ്ന പുലകിതയാമിനീം ഫുല്ലകുസുമിത ദ്രുമദലശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം വന്ദേ മാതരം. വീണ്ടും അമ്മയെ വർണ്ണിക്കുകയാണ്. ഭാരതത്തിൻ്റെ രാത്രി എങ്ങനെയാണെന്നാണ് ആദ്യം പറയുന്നത്. ശുഭ്രജ്യോത്സ്ന, വെളുത്ത നിറത്തിലുള്ള ചന്ദ്രികയാൽ, ചന്ദ്രന്റെ കിരണങ്ങളാൽ, പുലകിതം, പുലകിതം എന്ന് പറഞ്ഞാൽ രോമാഞ്ചം അനുഭവിക്കുന്ന, യാമിനിയും, രാത്രിയാണ്. ഇവിടെ ഒരുപാട് വൃക്ഷങ്ങളും സസ്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പലതും രാത്രിയിൽ പൂക്കുന്നതാണ്. അപ്പോൾ ചന്ദ്രന്റെ കിരണങ്ങളെ ഏറ്റുവാങ്ങി രാത്രിയിൽ അത്തരം പുഷ്പങ്ങൾ വിരിയുമ്പോൾ അത് ഭാരതാംബയുടെ രോമാഞ്ചമായിട്ടാണ് കവി ഇവിടെ സങ്കല്പിക്കുന്നത്. അത്തരം മനോഹരമായ ദൃശ്യം കാണുമ്പോൾ ഭാരതീയർക്കും അഭിമാനത്തോടു കൂടി രോമാഞ്ചമുണ്ടാകുന്നു. അതുകൊണ്ടും പുലകിത യാമിനിയാണ് ഭാരതം. ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനീം. ഇവിടെ വളരെ നന്നായി വിരിഞ്ഞിരിക്കുന്ന പൂക്കളാൽ സമ്പന്നമായിട്ടുള്ള ദ്രുമദലം ഉണ്ട്. ദ്രുമം എന്നാൽ വൃക്ഷങ്ങൾ, ദലം എന്നാൽ കൂട്ടം. അപ്പോൾ വൃക്ഷത്തിന്റെ കൂട്ടങ്ങൾ, നന്നായി പൂത്തിരിക്കുന്ന വൃക്ഷക്കൂട്ടങ്ങളാൽ ശോഭിക്കുന്നവളാണ് അമ്മ. സുഹാസിനീം, നന്നായി ചിരിക്കുന്നവളാണ്. സുമധുര ഭാഷിണീം, വളരെ മധുരമായിട്ട് സംസാരിക്കുന്നവളാണ്. ഇവിടെ കാണുന്ന പ്രകാശങ്ങളെയൊക്കെ അമ്മയുടെ ചിരിയായിട്ടും ഇവിടെ കേൾക്കുന്ന മനോഹരമായ ശബ്ദങ്ങളെയെല്ലാം അമ്മയുടെ ഭാഷണങ്ങളുമായിട്ടാണ് ഇവിടെ കവി സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പം നദിയുടെ ഒഴുക്കിലുണ്ടാകുന്ന ശബ്ദം, കിളികളുടെ ശബ്ദം, അതൊക്കെ തന്നെ അമ്മയുടെ സംസാരമായി കരുതി വളരെ മനോഹരമാണ്, മധുരമായി സംസാരിക്കുന്നവളാണെന്ന് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സുഖദാം, സുഖത്തെ നൽകുന്നവളാണ്. ഭാരതത്തിൽ വസിക്കുന്നവർക്കൊക്കെ സുഖം ലഭിക്കുന്നു. വരദാം, ശ്രേഷ്ഠമായത് ഭാരതം നമുക്ക് പ്രദാനം ചെയ്യുന്നു.
അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള അവസരവും ഭാരതം ഒരുക്കിത്തരുന്നു. മാതരം, അമ്മയാണ് നമ്മുടെ. വന്ദേ മാതരം, ആ അമ്മയ്ക്ക് വന്ദനം അർപ്പിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റാൻസ. ശുഭ്രജ്യോത്സ്ന പുലകിതയാമിനീം ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം വന്ദേ മാതരം. അടുത്തത് മൂന്നാമത്തെ സ്റ്റാൻസയാണ്. കോട്ടി കോട്ടി കണ്ഠ കലകല നിനാദകരാലേ കോട്ടി കോട്ടി ഭുജധൃത ഖരകരവാലേ കേ ബോലേ മാ തുമി അബലേ ബഹുബലധാരിണീം നമാമി താരിണീം രിപുദലവാരിണീം മാതരം വന്ദേ മാതരം. അമ്മയുടെ കരുത്തിനെ വ്യക്തമാക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. അമ്മയുടെ ജയജയകാരം മുഴക്കുന്ന ഒരുപാട് മനസ്സുകൾ, ഒരുപാട് കണ്ഠങ്ങൾ ഇവിടെയുണ്ട്. അത്രയും അമ്മയോട് ആദരവുള്ള മക്കളാണ് ഈ ഭാരതഭൂമിയിലുള്ളത്. അതാണ് തുടക്കത്തിൽ പറയുന്നത്. കോട്ടി കോട്ടി കണ്ഠ കല കല നിനാദ കരാലേ. കോട്ടിക്കണക്കിനുള്ള കണ്ഠങ്ങളിൽ നിന്നും ഉദിക്കുന്ന കലകല. കലകലം എന്ന് പറഞ്ഞാൽ അലർച്ചയാണ്. അപ്പോൾ അലർച്ച കൊണ്ട് നിനാദ, അത് മുഴങ്ങുന്നതിനാൽ കരാലേ, ഭയാനകമായിരിക്കുന്നവൾ. അമ്മയ്ക്ക് ജയജയകാരം മുഴക്കുന്ന അമ്മയുടെ മക്കളുടെ ശബ്ദം, അത് ഒരുമിച്ച് കോടിക്കണക്കിന് ഭാരതീയർ ഒരുമിച്ച് ശബ്ദിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ ഭയന്നു പോകുന്ന വിധം, ഭാരതത്തിനെതിരെ നിൽക്കുന്നവർക്ക് ഭയം ജനിപ്പിക്കുന്ന വിധമുള്ള ശബ്ദം പുറപ്പെടുന്നു. കോട്ടി കോട്ടി ഭുജൈർധൃത ഖരകരവാലേ. അനേകം കോടി ഭുജങ്ങളിൽ ധരിക്കപ്പെട്ടിട്ടുള്ള ഖര, ഖരം എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള, കരവാലേ എന്ന് പറഞ്ഞാൽ വാളുകൾ. അപ്പോൾ മൂർച്ചയുള്ള വാളുകളെ ധരിച്ചിരിക്കുന്ന കരങ്ങളാണ് ഇവിടെയുള്ളത്. കോടിക്കണക്കിന് കരങ്ങൾ. അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി, അമ്മയുടെ മഹിമയെ രക്ഷിക്കാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്താണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി പൊരുതാനിറങ്ങിയ വലിയ ഒരു ജനാവലി, അവരെയാണ് ഇവിടെ ഓർക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉള്ള സമയത്ത് കേ ബോലേ മാ തുമി അബലേ, ആരാണ് നിന്നെ അബല എന്ന് വിളിക്കുന്നത്? അല്ലയോ അമ്മേ. അബല എന്ന് പറഞ്ഞാൽ ബലമില്ലാത്തവൾ. അങ്ങനെ നിന്നെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ നിന്നെ വിളിക്കാൻ പറ്റില്ല. കാരണം നിനക്ക് ഇത്രയും ശക്തിയുണ്ട്. ബഹുബലധാരിണീ, നീ ഒരുപാട് ബലത്തെ ധരിക്കുന്നവളാണ്, ഒരുപാട് ശക്തിയെ ധരിക്കുന്നവളാണ്. ബലം എന്ന ശബ്ദത്തിന് സൈന്യം എന്ന അർത്ഥമുണ്ട്. അപ്പൊ നിന്റേതായ വലിയ ഒരു സൈന്യമുണ്ട്. നിനക്ക് വേണ്ടി പൊരുതാനായിട്ട് ഇതാ ഭാരതം ഒരുങ്ങിയിരിക്കുന്നു. ബഹുബലധാരിണീം നമാമി താരിണീം, തരണം ചെയ്യിക്കുന്നവളാണ്. നമ്മുടെ സങ്കടങ്ങളെ എല്ലാം തരണം ചെയ്യിക്കുന്ന അല്ലയോ ഭാരതാംബെ, നിന്നെ ഞാൻ നമിക്കുന്നു. റിപുദലവാരിണീം, റിപു എന്നാൽ ശത്രു, ദലം എന്നാൽ സൈന്യം. ശത്രുവിന്റെ സൈന്യത്തെ നിവാരണം ചെയ്യുന്നവൾ, തടയുന്നവൾ അഥവാ അതിനെ ഇല്ലാതെയാക്കുന്നവളാണ് നീ. കാരണം നിനക്ക് വേണ്ടി പൊരുതാനായിട്ട് അത്രയും ആൾക്കാരുണ്ട്. ഇനി ഭാരതത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ജോഗ്രഫി എടുത്ത് നോക്കിയാൽ തന്നെ ഒരു ഭാഗത്ത് ഹിമാലയമുണ്ട്, ഒരു ഭാഗത്ത് സമുദ്രമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു കവചം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് രിപുദല വാരിണിയാണ്. അങ്ങനെയുള്ള മാതരം, അമ്മയ്ക്ക് വന്ദേ മാതരം, വന്ദനം അർപ്പിക്കുന്നു. ഇതായിരുന്നു മൂന്നാമത്തെ സ്റ്റാൻസ. കോട്ടി കോട്ടി കണ്ഠ കലകല നിനാദ കരാലേ കോട്ടി കോട്ടി ഭുജൈർധൃത ഖരകരവാലേ കേ ബോലേ മാ തുമി അബലേ ബഹുബലധാരിണീം നമാമി താരിണീം രിപുദലവാരിണീം മാതരം വന്ദേ മാതരം. അടുത്തത് നാലാമത്തെ സ്റ്റാൻസയാണ്. തുമി വിദ്യ തുമി ധർമ്മ തുമി ഹൃദി തുമി മർമ്മ ത്വം ഹി പ്രാണ ശരീരേ ബാഹുതേ തുമി മാ ശക്തി ഹൃദയേ തുമി മാ ഭക്തി തോമാരേ പ്രതിമാഗളി മന്ദിരേ മന്ദിരേ വന്ദേ മാതരം. തുമി വിദ്യ, നീ തന്നെയാണ് അറിവ്. എല്ലാ അറിവുകളും അല്ലയോ ഭാരതാംബെ നീ തന്നെയാണ്. നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞങ്ങൾ എല്ലാം അറിയേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അറിവുകളായിട്ടും ശോഭിക്കുന്നത് ഭാരതമാണ്. കാരണം ഈ മണ്ണിൽ ഒരുപാട് അറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിതിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് തുമി വിദ്യ, തുമി ധർമ്മ, നീ ധർമ്മവുമാകുന്നു. ധർമ്മം പ്രചരിപ്പിച്ചിട്ടുള്ളത് ഭാരതം തന്നെയാണ്. ധർമ്മം എന്ന ശബ്ദത്തിന് റൈറ്റിയസ്നെസ് എന്നാണ് അർത്ഥം. ശരിയായതെന്തോ, അത് എന്താണ് ഒരു മനുഷ്യൻ ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടതെന്ന് വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതും അതിനുത്തരം കണ്ടെത്താൻ സദാ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുമുള്ള ഒരു ജനതയാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് ഭാരതാംബെ ധർമ്മവും നീ തന്നെയാണ്. തുമി ഹൃദി തുമി മർമ്മ, തുമി ഹൃദി ഹൃദയത്തിലുള്ള മർമ്മമായിരിക്കുന്നതും നീ തന്നെയാണ്. മർമ്മം എന്നാൽ കേന്ദ്രം. ഹൃദയത്തിന്റെ കേന്ദ്രത്തിലുള്ളത് എന്താ? ചൈതന്യമാണ്, ബോധമാണ്. ആ ബോധമായി ശോഭിക്കുന്നതും നീ തന്നെയാണ്.
കാരണം ഇതിനെക്കുറിച്ചും ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള മണ്ണ് ഭാരതം തന്നെയാണ്. ആത്മവിഷയത്തിലുള്ള ചർച്ച, ആത്മീയത ഭാരതത്തിൽ വളരെയധികം പ്രചരിച്ചിട്ടുണ്ട്. ത്വം ഹി പ്രാണ ശരീരേ, ഓരോ ശരീരത്തിലും പ്രാണനായി ചലിക്കുന്നതും നീ തന്നെയാണ്. കാരണം നമുക്ക് വായുവിനെ പ്രദാനം ചെയ്യുന്നത് ഈ ഭൂമിയാണ്. അപ്പം അതുകൊണ്ട് ഓരോ ശരീരത്തിലും പ്രാണനായി വസിക്കുന്നത് അല്ലയോ അമ്മേ നീ തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാർ നിന്നെ പ്രാണനെ തുല്യം സ്നേഹിക്കുന്നു എന്നർത്ഥവും അവിടെ വന്നു. ബാഹുതേ തുമിമാ ശക്തി, നിന്റെ കരങ്ങൾക്ക് ഒരുപാട് ശക്തിയുണ്ട് അമ്മേ, അത് ഞങ്ങൾക്കറിയാം. ഹൃദയേ തുമിമാ ഭക്തി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പദത്തിന് കൈകളിൽ ശക്തിയായിട്ട് വസിക്കുന്നത് നീ തന്നെയാണ് അമ്മേ എന്നർത്ഥം വരും. ഇപ്പോൾ ബാഹുതേ തുമിമാ ശക്തി, കൈകളിൽ, ഞങ്ങൾ ഓരോരുത്തരുടെയും കരങ്ങളിൽ ശക്തിയായിട്ട് ശോഭിക്കുന്നത് നീയാണ്. കാരണം നിന്നെ സേവിക്കണമെന്നുള്ള ഭാവത്തിലാണ് ഞങ്ങൾ ഈ ശക്തിയെ എല്ലാം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശക്തി, കൈയിൻ്റെ ശക്തി നീയാണ്. ഹൃദയേ തുമിമാ ഭക്തി, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഭക്തിയും നീ തന്നെയാണ്. ഞങ്ങൾക്ക് മറ്റു ഭക്തികളൊന്നുമില്ല, ദേശഭക്തി മാത്രമാണ്. രാഷ്ട്രം ജയിക്കണം, രാഷ്ട്രം ശോഭിക്കണം, ഈ ഒരു ഭക്തി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിലുള്ള ഭക്തിയും അമ്മേ നീ തന്നെയാണ്. തോമാരേ പ്രതിമാഗടി മന്ദിരേ മന്ദിരേ, മന്ദിരം എന്നാൽ ക്ഷേത്രം, അമ്പലം. അമ്പലങ്ങൾ തോറും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അമ്മേ നിന്നെ തന്നെയാണ്. ഞങ്ങൾക്ക് മറ്റൊരു ഉപാസനാമൂർത്തിയില്ല, ദേശം തന്നെയാണ് ഞങ്ങളുടെ ഉപാസനാമൂർത്തി. ഈ രാഷ്ട്രത്തെയാണ് ഞങ്ങൾ ഉപാസിക്കുന്നത്, ഈ രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. വന്ദേ മാതരം, അങ്ങനെയുള്ള അമ്മയ്ക്ക് ഞങ്ങൾ വന്ദനം അർപ്പിക്കുന്നു. ആ ദേശസ്നേഹം വ്യക്തമാക്കുകയാണ് കവി ഇവിടെ. ഇതായിരുന്നു 4ാമത്തെ സ്റ്റാൻസ. തുമി വിദ്യ തുമി ധർമ്മ തുമി ഹൃദി തുമി മർമ്മ ത്വം ഹി പ്രാണ ശരീരേ ബാഹുതേ തുമിമാ ശക്തി ഹൃദയേ തുമിമാ ഭക്തി തോമാരേ പ്രതിമാഗടി മന്ദിരേ മന്ദിരേ വന്ദേ മാതരം. അടുത്തത് 5ാമത്തെ സ്റ്റാൻസയാണ്. ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി കമലാ കമലദല വിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലാം അമലാം അതുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം. ഭാരതീയർ ആരാധിച്ചിരുന്ന 3 ശക്തികളുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലഹരി പിടിച്ചു നിൽക്കുന്ന യോദ്ധാക്കൾ പറയുകയാണ് ആ 3 ശക്തികളും നീ തന്നെയാണ്. അതിലെ ആദ്യത്തെ ശക്തിയാണ് ദുർഗ. നീ തന്നെയാണ് ദുർഗ. ദുർഗ എന്ന ശബ്ദത്തിന് അതിക്രമിക്കാൻ പറ്റാത്തവൾ, അടുത്തെത്താൻ പറ്റാത്തവൾ, അമ്മയെ എതിരിടുക അസാധ്യമാണ്, അതുകൊണ്ട് ദുർഗയാണ്. ദശപ്രഹരണധാരിണി, എന്തുകൊണ്ടാണ് ദുർഗയായിരിക്കുന്നത്? 10 ആയുധങ്ങളെ ധരിച്ചിരിക്കുകയാണ്. ദുർഗാദേവിയുടെ ഭാവം 10 ആയുധങ്ങൾ പിടിച്ചു നിൽക്കുന്ന ഭാവമാണ്. ആ ഭാവത്തിൽ ശോഭിക്കുന്ന ദുർഗാദേവി ഞങ്ങൾക്ക് ഈ ഭാരതഭൂമി തന്നെയാണ്. മറ്റൊരു ഉപാസനാമൂർത്തി ഇല്ല എന്ന് പറഞ്ഞു. എല്ലാ മന്ദിരങ്ങളിലും നിന്നെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ആരാധ്യ എന്ന് പറയുന്ന ദുർഗ നീ തന്നെയാണ്. കമല കമലദല വിഹാരിണി, കമല എന്നാൽ ലക്ഷ്മി. ഞങ്ങൾക്ക് കമലദല വിഹാരിണി, കമലത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയും, താമരയിലാണല്ലോ ലക്ഷ്മി ഭഗവതി ഇരിക്കുന്നത്, ആ ലക്ഷ്മി ദേവിയും ഞങ്ങൾക്ക് നീ തന്നെയാണ്. മറ്റൊരു ലക്ഷ്മി ഞങ്ങൾക്കില്ല. വാണി വിദ്യാദായിനി നമാമി ത്വാം, വാണി മാതാവായിട്ടിരിക്കുന്ന സരസ്വതി ദേവിയായിട്ടിരിക്കുന്നതും വിദ്യാദായിനി വിദ്യയെ നൽകുന്നവളും നീ തന്നെയാണ്. ആ നിനക്ക് നമസ്കാരം, നമാമി ത്വാം. അപ്പൊ നമ്മുടെ സമ്പ്രദായത്തിൽ, ഹൈന്ദവമായ സമ്പ്രദായത്തിൽ ആരാധിക്കുന്ന 3 ശക്തികളുണ്ട്. ഞങ്ങൾക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ഞങ്ങൾ സേനാനികൾക്ക് ആ 3 ശക്തികളും നീയാണ്. കാരണം നിന്നെ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ ഉപാസിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദുർഗയും നീയാണ്, കമലയും നീയാണ്, വാണിയും നീയാണ്. ഇനി സൂക്ഷ്മമായി നോക്കിയാൽ ആയുധം പിടിച്ചുകൊണ്ട് പൊരുതാനുള്ള ശേഷി നിനക്കുണ്ട്. അതായത് യുദ്ധം ചെയ്യാനുള്ള ആ കർമ്മശേഷി നിനക്കുണ്ട്. ഐശ്വര്യം നിനക്കുണ്ട്, അതുകൊണ്ട് നീ ലക്ഷ്മിയാണ്. നിനക്ക് നല്ല ഐശ്വര്യവുമുണ്ട്. അപ്പോൾ ഐശ്വര്യത്തെ സമ്പാദിക്കാനുള്ള ശേഷിയുമുണ്ട്, അതിനെ നിലനിർത്താൻ സംരക്ഷിക്കാനുള്ള ശേഷിയുമുണ്ട്. വിദ്യയും നീ തന്നെയാണ്. ആ ഐശ്വര്യം സമ്പാദിക്കാനുള്ള അറിവായിട്ട് ശോഭിക്കാനും നിനക്ക് സാധിക്കും. അതായത് ഈ മണ്ണിന് അറിവിനുള്ള സാധ്യതയുണ്ട്, ഐശ്വര്യത്തിനുള്ള സാധ്യതയുണ്ട്, ബലത്തിനുള്ള സാധ്യതയുണ്ട്. ഇത് 3ഉം ഈ മണ്ണിലുണ്ട്. അതുകൊണ്ട് ഈ മണ്ണ് ധന്യമാണ് എന്നർത്ഥവും അവിടെ വന്നു. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. നമാമി കമലാം, കമലയായിരിക്കുന്നവൾ, ഐശ്വര്യമായിരിക്കുന്നവൾക്ക് നമസ്കാരം. അമലാം, പരിശുദ്ധയായിരിക്കുന്നവൾക്ക് നമസ്കാരം. അതുലാം, നിനക്ക് തുല്യമായിട്ട് മറ്റൊരു പ്രദേശം അല്ലയോ അമ്മേ ഞങ്ങൾ കാണുന്നില്ല.
ഭാരതത്തിന് തുല്യം ഭാരതം മാത്രം. അതുകൊണ്ട് നിനക്ക് നമസ്കാരം. സുജലാം സുഫലാം മാതരം, നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ. ജലസമൃദ്ധമാണ്, ഫലഭൂയിഷ്ടമാണ്. വന്ദേ മാതരം, അങ്ങനെയുള്ള അമ്മേ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. ഇതായിരുന്നു 5ാമത്തെ സ്റ്റാൻസ. ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി കമലാ കമലദല വിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലാം അമലാം അതുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം. അടുത്തത് 6ാമത്തെ അവസാനത്തെ സ്റ്റാൻസയാണ്. ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീം ഭരണീം മാതരം വന്ദേ മാതരം. ശ്യാമളാം, ശ്യാമള നിറത്തിലുള്ളവളാണ് നീ. ശ്യാമളം എന്നാൽ ഇരുണ്ട നിറമാണ്. അപ്പൊ നേരത്തെ സസ്യങ്ങളുടെ സമൃദ്ധി കൊണ്ട് ആ ഇരുണ്ട നിറം, ആ കടും പച്ച നിറം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്യാമളയാണ്. സരളാം, സരളയാണ് നീ, ലളിതമായവളാണ്. ആഡംബരങ്ങളും ഒന്നും പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല, ലളിതമായി ജീവിക്കുന്നവരാണ്. പൊതുവെ ഭാരതീയരുടെ ജീവിതക്രമവും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് സരളയാണ് നീ. എളുപ്പം മനസ്സിലാക്കാവുന്നവളാണ്, എളുപ്പം പ്രാപിക്കുന്നവളാണ്. കാരണം എല്ലാവരെയും സ്വീകരിച്ചിരുന്ന ഒരു പാരമ്പര്യം ഭാരതത്തിനുണ്ട്. ആര് വന്നാലും ഭാരതം 2 കൈയും നീട്ടി സ്വീകരിക്കും, സ്വന്തം മക്കളെ പോലെ. അതുകൊണ്ട് സരളയാണ്. സുസ്മിതാം, വളരെ മനോഹരമായ ചിരിയുള്ളവളാണ്. കാരണം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന ഭാവം തന്നെ ആ ചിരിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ പാരമ്പര്യമാണ്. ഭൂഷിതാം, വളരെയധികം അലങ്കരിക്കപ്പെട്ടിട്ടുള്ളവരാണ്. കാരണം ഒരുപാട് പ്രകൃതി സമ്പന്നത ഇവിടെയുണ്ട്, അത് തന്നെ അലങ്കാരമാണ്. ഒരുപാട് മഹാത്മാക്കൾ ജനിച്ച മണ്ണാണ്, അവരും അലങ്കാരമാണ്. അതുകൊണ്ട് ഭൂഷിതാം. ധരണീം, ധരിക്കുന്നവളാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആധാരമായിട്ട് നിൽക്കുന്നത് നീയാണ്. അവർക്ക് അവരുടെ വീടായി വസിക്കുന്നതും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ നീയാണ്. അതുകൊണ്ട് ധരണിയാണ് നീ, ഭൂമിയാണ് എന്നർത്ഥവുമുണ്ട്. ഭരണീം, ഭരിക്കുന്നത് നീയാണ്. അതായത് പോഷകങ്ങളെ നൽകുന്നത് നീയാണ്. അപ്പൊ മക്കളെ ജനിപ്പിക്കുക മാത്രമല്ല, പാലിക്കുകയും നീ ചെയ്യുന്നു. അതുകൊണ്ട് ധരണിയുമാണ് ഭരണിയുമാണ് മാതരം. അങ്ങനെയുള്ള അമ്മയാണ് നീ. വന്ദേ മാതരം, ആ അമ്മയ്ക്ക് ഞാൻ വന്ദനം അർപ്പിക്കുന്നു. ഇതാണ് 6ാമത്തെ സ്റ്റാൻസ. ശ്യാമലാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീം ഭരണീം മാതരം വന്ദേ മാതരം. ഇതായിരുന്നു വന്ദേ മാതരം. 6 സ്റ്റാൻസകളാണ്, ലളിതമായ അർത്ഥമാണ്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഈ കൃതി. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥമൊന്ന് പറയണമെന്ന് തോന്നി, അത് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.